ഹായ് സുഹൃത്തുക്കളെ, എല്ലാവരെയും യെസ്പീസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കിയത് കിനെറ്റിക് സ്കൾപ്ചറിൻ്റെ മെക്കാനിക്സാണ്. മുന്നേ ഉണ്ടാക്കിയ മെക്കാനിസം മാതിരിയല്ല. ഇന്ന് ഡബിൾ, അതായത് ആദ്യം ഒരു 5 റാച്ചറ്റ് വെച്ചുകൊണ്ടുള്ള മെക്കാനിക്സ് ആയിരുന്നു. ഇപ്രാവശ്യം അത് 10 2 പാർട്ടാക്കിയിട്ടാണ് ഇന്നത്തെ മെക്കാനിസം. കൂടുതലും ആൾക്കാർ ഇതിനെ കമൻറ്റ് ചെയ്തിരുന്നു. അതായത് മെക്കാനിസം ഇത് ഫിറ്റാക്കിയിട്ട് കറങ്ങുന്നില്ല, അവിടെ തട്ടുന്നു, ഇവിടെ തട്ടുന്നു, വീല് തട്ടുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാം പരിഹാരമായിട്ടാണ് ഇന്നുണ്ടാക്കിയ മെക്കാനിസം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, വാ. ഇതിൽ വേണ്ട സാധനങ്ങൾ: 12 mm പീസ്, ഒരു 14 സെൻറ്റിമീറ്റർ, അതായത് 5.5 ഇഞ്ച് അങ്ങനത്തെ ഒന്ന്. പിന്നെ 10 mm 6 ഇഞ്ച് നീളമുള്ളൊരു ബോൾട്ട്, അത് സെൻറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ 6 സെൻറ്റിമീറ്റർ വരുന്ന 4 എണ്ണം. പിന്നെ വരുന്നത് 4.5 ഇഞ്ച്, അതായത് 11.5 സെൻറ്റിമീറ്റർ വരുന്ന 3 എണ്ണം. അതിൽ ഒന്നിൽ ബെയറിങ്ങിൻ്റെ കണക്റ്റായ ഹോള് ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം 10 mm ഈ ബോൾട്ട് പോകാത്ത രീതിയിലുള്ള ഹോളാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ വരുന്നത് ഈ രീതിയിലുള്ള ഒരു ഗിയർ. ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് 6.5 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ പല്ലിൻ്റെ വിത്ത് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററാണ് പല്ലിൻ്റെ വിത്ത് വരുന്നത്. പിന്നെ വരുന്നത് മെക്കാനിസത്തിൻ്റെ ഒരു 5 ഇഞ്ച്, അതായത് 12.5 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ബോർഡ്. പിന്നെ 2 സൈഡിലും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച്, അഥവാ 7.5 സെൻറ്റിമീറ്റർ വരുന്ന 2 എണ്ണം. ഇത് മെക്കാനിസത്തിൻ്റെയാണ്. പിന്നെ വരുന്നത് ഈ ടൈപ്പ് റാച്ചറ്റ്, ഇത് 10 എണ്ണം. ഇവിടെയും റാച്ചറ്റ് സെറ്റ് ചെയ്യും, ഇവിടെയും റാച്ചറ്റ് സെറ്റ് ചെയ്യും. ഡബിൾ റാച്ചറ്റ് വരുന്ന മെക്കാനിസമാണിത്. ഇത് രണ്ടും ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ബെയറിങ് 4 ബെയറിങ് വേണം. 62.00 ഈ ബെയറിങ്. പിന്നെ വേണ്ടത് ഇത് നിയോഡിയം മാഗ്നറ്റാണ്. വളരെ ചെറുതായ മാഗ്നറ്റ്, നിയോഡിയം മാഗ്നറ്റ് പവർഫുള്ളാണ്. ഈ മാഗ്നറ്റാണ് നിയോഡിയം മാഗ്നറ്റ്. പിന്നെ 4 ഇഞ്ച് 3 ഇഞ്ചിൻ്റെ നട്ടും ബോൾട്ട്.
മെക്കാനിസത്തിൽ ഘടിപ്പിക്കാൻ വേണ്ടി. പിന്നെ 3mm 2 ഇഞ്ചിൻ്റെ നെട്ടും ബോൾട്ടും വാഷറും, അതേപോലെ തന്നെ 3mm 1 ഇഞ്ചിൻ്റെ 2 നെട്ടും, പിന്നെ കുറച്ച് വാഷറുകൾ, പിന്നെ ഹാഫ് ബോളും. ഇതാണ് നമ്മളെ ഈ മെക്കാനിസത്തിന് ആവശ്യമായ സാധനങ്ങൾ. ഇതാണ് വീല്. ഈ വീലിൽ മാഗ്നറ്റ് വരുന്നത് ഇവിടെയാണ്. ഈ രീതിയിലാണ് എൻ്റെ ചക്രം വരിക. ഈ ചക്രം കറങ്ങുമ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതൊരു മാഗ്നറ്റും അവിടെ ഒരു ബോൾട്ടും വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതിങ്ങനെ കറങ്ങുമ്പോൾ റിട്ടേൺ കറങ്ങില്ല. ഈ ഒരു ഭാഗത്തേക്ക് മാത്രമേ കറങ്ങൂ. മറ്റേ ഭാഗത്തേക്ക് കറങ്ങുമ്പോൾ ഇവിടെ ലോക്കാവും. നമുക്ക് മെക്കാനിസത്തിന് ആവശ്യമായ സാധനങ്ങൾ പൊട്ടിച്ചെടുക്കാം. ആദ്യം തന്നെ മെക്കാനിസത്തിൻ്റെ ഫ്രണ്ട് വശം ആണ് പൊട്ടിച്ചെടുക്കുന്നത്. കൈൻഡ് സ്കൾച്ചറിൻ്റെ റാച്ചറ്റിന് ഹോൾഡാണ് ചെയ്യുന്നത്. എല്ലാ റാച്ചറ്റും തുല്യ അളവിൽ തന്നെ ഹോൾഡാൻ ശ്രമിക്കുക. മെക്കാനിസത്തിൽ ഒരു ഹോള് ഇട്ടതിന് ശേഷം അത് ഒരു റൗണ്ട് ലൈൻ ചെയ്ത് തുല്യ അളവിൽ തന്നെ മറ്റ് ഹോളുകൾ ഇടുക. മെക്കാനിസത്തിലെ റാച്ചറ്റ് സെറ്റ് ചെയ്യുന്ന വിധമാണ് നിങ്ങൾ കാണുന്നത്. 5 റാച്ചറ്റും തുല്യ അളവിൽ വെച്ച് അതിൻ്റെ ഹോൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്.
റാച്ചറ്റ് മെക്കാനിസത്തിൻ്റെ വൺ സൈഡ് സെറ്റ് ചെയ്തു. പിന്നെ അതർ സൈഡിൽ ബോൾട്ടിന് ലേശം ഗമ്മ് വെച്ച് ഒട്ടിക്കുക. ശേഷം ബോൾട്ടിൽ റാച്ചറ്റ് സെറ്റ് ചെയ്യും. നെറ്റ് ടൈറ്റ് ആക്കുമ്പോൾ ഒരു മീഡിയം ലെവലിൽ ടൈറ്റ് ആക്കുക. കൂടുതൽ ടൈറ്റ് ആക്കില്ല, റാച്ചറ്റ് വർക്ക് ചെയ്യുന്നതല്ല. മെക്കാനിസത്തിൻ്റെ റോപ്പ് ചുറ്റുന്ന ഭാഗം പേപ്പർ ഉപയോഗിച്ചിട്ട് എഡ്ജ് കർവ് ചെയ്തെടുക്കും. റോപ്പ് ചുറ്റുന്ന ഭാഗം നല്ല രീതിയിൽ കോർണറൊക്കെ കർവായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. മെക്കാനിസത്തിൻ്റെ റോപ്പ് ചുറ്റുന്ന ഭാഗം അതിൻ്റെ ഫ്രണ്ട് വശവും നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം. അതിനായി ബേസിൻ്റെ ബോൾട്ട് വെച്ച് ടൈറ്റാക്കി ഈ രീതിയിൽ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പശയിട്ട് ഉറപ്പിക്കുക. സുഹൃത്തുക്കളെ, ഈ രീതിയിലാണ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഒരു സൈഡ് വീലിനും മറ്റേ സൈഡ് ബേസിനുള്ള സ്റ്റോപ്പർ ബോൾട്ടിനുമാണ്
ടച്ച് ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ വീല് ഫ്രീ ആയി കറങ്ങുകയും, സുഹൃത്തുക്കളെ ഈ രീതിയിലാണ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഒരു സൈഡ് വീലിനും മറ്റേ സൈഡ് ബേസിനുള്ള സ്റ്റോപ്പർ ബോൾട്ടിനുമാണ് ടച്ച് ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ വീല് ഫ്രീ ആയി കറങ്ങുകയും ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ ബൈ.